ബട്ടറോ പക്ഷെ മേബിളോ പക്ഷെ ആശപ്പ ചേച്ചി ഈ കഥയൊക്കെ നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയില്ല. ഈ പെണ്ണ് അത്യം പഴ കതറി അതിനെ താഴോട്ട് പറഞ്ഞത് അത് മേളിന്ന് താഴോട്ട് ചെയ്യണം ചേച്ചിയെ. മേളിന്ന് താഴോട്ട് ചെയ്താൽ സുഖം കിട്ടുള്ളൂ. മേളിന്ന് താഴോട്ടേക്ക് ചെയ്തത് താഴേന്ന് മുകളിലോട്ട് ചെയ്യണം. താഴേന്ന് മുകളിലോട്ട് ചെയ്താലേ ആ ഒരു സുഖം കിട്ടും, ഒരു ഫീൽ കിട്ടും. അല്ലാണ്ട് ജമ താഴേന്ന് മുകളിലോട്ട് ചെയ്യരുത്. അതറിയില്ല ജമ്മുന് അറിയാമോ എന്താന്നാ ഇപ്പൊ ഇംഗ്ലീഷ് ചോദിക്കും. ജമ്മുന് അറിയോ? ജമ്മു മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യണം, താഴേന്ന് ഒരിക്കലും മുകളിൽ നിന്ന് ഒരിക്കലും താഴോട്ട് ചെയ്യരുത്. മനസ്സിലായിക്കണ? നീയാണ് ഇവിടെ കഥ പറയിപ്പിച്ചത്. ഉണ്ടായിരുന്നോ? എൻജോയ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ ഇപ്പൊ കൂടിക്കണം. ഹൗ ആർ യു ബ്രോ, ബട്ട് യു ഹെൽത്ത്. അതാണ് സൂപ്പർ. സത്യമല്ലേ അശ്വ ചേച്ചി? സത്യം, എനിക്കതാ ഇഷ്ടം. എന്നിട്ട് ഈ അച്ഛൻ എന്നിട്ടുണ്ടല്ലോ, ഞാൻ അച്ഛൻ്റെ ചുണ്ട് പൊന്നു മോനെ ഇങ്ങനെ പിടിച്ച് കടിച്ചെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ എൻ്റെ വായിൽ കുറച്ച് ഇതിരിക്കുന്നത് എന്താണെന്നറിയാം, എനിക്കങ്ങനെ ഇഷ്ടമായിട്ടോ. കുറച്ച് കള്ള് എൻ്റെ വായിൽ. പുള്ളിക്കാരൻ പറഞ്ഞു നിന്റെ വായിലെ കള്ള് കുറച്ച് എനിക്ക് തരുമെന്ന് ചോദിച്ചു. പക്ഷെ എൻ്റെ ദൈവമേ, ഈ അച്ഛൻ വെറുതെ എൻ്റെ അച്ചായ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ വായില് കള്ള അച്ചായൻ്റെ വായില്. എൻ്റെ അച്ചായ ഒരു രക്ഷയില്ല. ഓക്കെ, ഇന്ന് പൊന്നെ ഇനി വരുമ്പോ അച്ചായ മറ്റേ കുണാഫ കൊണ്ടുവന്നാൽ മതി, അതാകുമ്പോ പൊളിക്കും. എന്നിട്ടുണ്ടല്ലോ ഇപ്പൊ എനിക്ക് നല്ല മൂടയും അത് പതുക്കെ പതുക്കെ അച്ചാനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ അച്ചായ എന്നിട്ടുണ്ടല്ലോ മറ്റാളെ പോലെ അല്ല കേട്ടോ അച്ചായൻ. അച്ഛൻ നല്ല റൊമാൻസാ. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വരും. നല്ല റൊമാൻസ് അച്ഛൻ. അത് കഴിഞ്ഞപ്പോ ഞാൻ കുപ്പി എടുത്തങ്ങ് മാറ്റി വെച്ചു. അപ്പൊ അച്ഛൻ നോ ഗുണാഫ ഓൾഡ് ഫാഷൻ നോ. ജമ്മു ഏലിക്കുട്ടി കേക്ക്. ജമ്മു എന്താ പറഞ്ഞ പട്ടു? ജമ്മു പറഞ്ഞ നോ ഗുണാഫ ഓൾഡ് ഫാഷൻ. ഓ ഐസ്ക്രീം മതിന്ന്, കേക്ക് ഓൾഡ് ഫാഷൻ ആണെന്ന്. എക്സ്പ്ലെയിൻ വിത്ത് ഐസ്ക്രീം. അപ്പൊ അറിയാം. ബട്ടറോ ചില്ലറക്കാരനല്ല. എനിക്ക് ചേച്ചി ലൈവ് കാണാൻ പറ്റുന്നില്ല, ഒള്ളി കമന്റ് മാത്രം പറ്റുന്നുള്ളൂ. വൈ മുന്നാസ നിൽക്കോ? ഐസ്ക്രീം ഐസ്ക്രീം ബിജി ലൈവ് വൈബ്. ഓക്കെ ഓക്കെ വൈബ് ആക്കാം. അച്ചായ വാ. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടിലെ കയറ്റി കിടത്തി. എനിക്ക് ലൈറ്റ് പാടില്ല, എനിക്ക് വെട്ടം പാടില്ല, അത് അച്ഛനക്കറിയാം. ലൈറ്റ് ഓഫ് ആക്കി. അപ്പൊ അച്ഛൻ പറഞ്ഞു പറ്റൂല. അച്ഛൻ ലൈറ്റ് ഓൺ ആക്കി. അച്ചായ ലൈറ്റ് ഓഫ് ആക്കി. പറ്റില്ല, ലൈറ്റ് ഓൺ ആക്കി. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ ഒന്ന് ശരിക്കും ഒന്ന് കണ്ടോട്ടെ, ശരിക്കും ഒന്ന് കാണട്ടെ ഏലിയക്കുട്ടിന്ന് വിളിച്ചു എന്നെ. ഇനി ഏലിയക്കുട്ടിന്ന് അച്ചായൻ വിളിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ തന്നെയാണ് ഏലിയക്കുട്ടി. ഓക്കെ, എന്നെ ഏലിയക്കുട്ടിന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ്. അപ്പോൾ എനിക്ക് ഭയങ്കര നാണായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു ലൈറ്റ് ഓഫ് ആക്കണ്ട, കുറച്ചങ്ങോട്ട് ഓഫ് ആക്കാം. ഞാൻ നിന്നെ ടിക്ടോക്കിൽ ഇൻസ്റ്റയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഞാൻ നിന്നൊന്ന് ശരിക്കും ഒന്ന് കണ്ടോട്ടെ ഏലിക്കുട്ടിന്ന് ചോദിച്ചു. ഓക്കെ എന്നും പറഞ്ഞു. അപ്പം അച്ഛൻ്റെ പതുക്കെ ഈ മുടി മാറ്റിയിട്ട് എൻ്റെ പൊന്നു മോനെ, എൻ്റെ ജമ്മു ഒന്നും പറയണ്ട. അശപ ചേച്ചി ഞാൻ മൈനോട് അത് പറഞ്ഞില്ലേ, ഈ അച്ചായി മുടി ഒന്ന് മാറ്റിയിരിക്കും, കിസ്സൊന്നും മോനെ, എച്ചാതി കിസ്. സത്യം അച്ചായൻ അടിപൊളിയാട്ടോ. സീരിയസ്ലി എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്ത അച്ചായൻ്റെ അടുത്തായിട്ടാ. സത്യം. ചെവിയിലല്ല കടിച്ചത്, കഴുത്തേലതേ ആ പാട് കണ്ടില്ലേ നിങ്ങള്? കണ്ടില്ലേ? നിങ്ങൾ മറന്നു പോയിക്കണാ? ഇപ്പൊ അറിയാത്ത പോലെ ഇരിക്കുന്നു. സത്യട്ടാ, ഇവിടെ എന്നെ കടിച്ച്. ഓ ദാറ്റ് ലവ് ബി ക്രൈ സിറിൽ ഗിവ് മീ. എപ്പോൾ ചെവി പിന്നിലും തന്നു. മൈനു മേബിളു ഷെയർ എടുത്ത മൈനുവിന് കാന്താരി വന്നിന്ന്. കാന്താരിക്ക് എന്താ പറ്റിയ? ഒരു മിനിറ്റ്, ഞാൻ കാർത്തു അവിടെ മൈനിക്ക് കൊടുക്കട്ടെ. മൈനാകട്ടെ. യെസ് ബ്രോ. അവന് മലയാളം അറിയില്ല, മനുഷ്യ കുത്തി കഴിഞ്ഞാ ഇംഗ്ലീഷ് കുത്തു. ഇവിടെ ഉണ്ട് കാന്താരി എന്ന് പറയാത്ത കാന്താരി. എന്നിട്ട് എൻ്റെ പൊന്നു ബട്ടറു
ചേച്ചിക്ക് അങ്ങോട്ട് പുളങ്ങുണ്ട്. ഇങ്ങനെ ലൈറ്റ് പതുക്കെ ഓഫാക്കി. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പതുക്കെ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു ആദ്യം. ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ എൻ്റെ പൊന്നു ചേച്ചി 1 മണിക്കൂറോളം കിസ്സിങ്. സത്യം ജമ്മു ഇങ്ങനെ വേണം ചെയ്യാൻ. കേട്ട് സൂയിക്കുക. വേണ്ടാത്ത വെള്ളം ഒപ്പിക്കല്ലേ കാന്താരി, കൊല്ലും ഞാൻ. നാളെ തന്നെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു വരുത്തോ? ഇന്ന് ഉച്ചക്ക് കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനി വിളിച്ചു വരത്തില്ല. റാംബോ മുന്നാസ് കാണാൻ പറ്റുന്നില്ല, ബാക്കിയുള്ള ഐഡി വരുന്നുണ്ട്. ബ്ലോക്ക് അടിച്ചു നോക്കിക്കേ റാംബോ മുന്നാസിനെ. എടാ സെറ്റിങ്സിൽ പോയിട്ടെ ജമ്മു, ഇപ്പോൾ തന്നെ വണ്ടി എടുത്തു പോകേണ്ടി വരും. 1 മണിക്കൂർ ചെയ്തോ? 1 മണിക്കൂർ ചെയ്യണം. അത് സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ റാംബോ ചെറുക്കൻ്റെ ഐഡി ബ്ലോക്ക് ആണോ നോക്കിക്കേ. പെണ്ണേ ബട്ടറോ മേബിൾ ഒന്ന് നോക്കിക്കപ്പോ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ ചെറുക്കനെ അവനെ ബ്ലോക്ക് അടിച്ചേക്കാണോ നോക്കി. ആരോ ഒക്കെ മാറി പോയിട്ട് ബ്ലോക്ക് അടിച്ചിട്ടുണ്ട് നോക്കിയപ്പാ. ആ ചേച്ചി 1 മണിക്കൂർ ബ്ലോക്ക് ഇല്ല ചേച്ചി, ബ്ലോക്ക് ഇല്ലേ? അടിക്കുമ്പോൾ പാല് കുടിക്കണം. അതൊന്നും അച്ഛാ എനിക്ക് ഇഷ്ടമല്ല. മിക്കവാറും അച്ചായ വേഗം പോരേട്ടാ. എന്നിട്ട് ചേച്ചി സത്യം ഈ AC കൂടി ഇട്ടത് കൊണ്ടേ പിന്നെ ഞാൻ നല്ല പൂസല്ലേ, അച്ചാനും കുടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് തല ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ട് കിസ്സിങ്. സത്യം കിസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നാര ചേച്ചി കിസ്സടിച്ച് ഈ അച്ചായൻ്റെ മുടി ഇവിടെ താടിയുണ്ട് കുറ്റിയായിട്ട് കിടക്കുക, വടിച്ചതല്ലേ. ഇത് മൊത്തം നമ്മളിവിടെ ഉരയ്ക്കുമ്പോണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഫീലുണ്ടല്ലോ. എൻ്റെ ചെമ്മു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ താടി വടിച്ചിട്ടേ ഇങ്ങോട്ട് ഉരയ്ക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ. അച്ചായ അത് പൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ. നിങ്ങക്ക് ഇഷ്ടല്ല? അശ്വതിക്ക് ഇഷ്ടല്ല? മേബിളോ എന്റെ പിള്ളേരെ തനക്കൊന്നുമില്ല. ബട്ടർ സത്യച്ചായ പൊളി. ഇത്ര ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷെ അച്ഛൻ ആള് പൊളി, ചുള്ളനാണ്. എൻ്റെ അച്ചായ നിങ്ങൾ തന്ന ആ സുഖവും ഫീലും എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇത്രയും വർഷമായെങ്കിലും എനിക്കിങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അവനിൽ നിന്ന് പോലും ഇത്ര സുഖം കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അച്ചായൻ എന്നെ കഴിഞ്ഞ ദിവസം വന്ന് ഹാപ്പിയാക്കി തന്നതിൽ അച്ചായ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അന്ന് ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ എങ്ങനെ കിടന്നുറങ്ങും എൻ്റെ ഏരിയ കുട്ടിയെ. അതിനെന്താ ഇങ്ങോട്ട് വരാമല്ലോ, അധികം ദൂരമൊന്നുമില്ലല്ലോ ബുർജ്മാലിലേക്ക്. നിങ്ങൾ അബുദാബിയിൽ നിന്ന് വണ്ടി എടുക്കുന്നു, നേരെ ബുർജ്മാലി വരുന്നു, നമ്മൾ വീണ്ടും കൊടുന്നു. ചുരുക്കി പറഞ്ഞ അച്ചായൻ്റെ നല്ല ഒരു കളിക്കാനാണ്. അത് പൊളി, സൂപ്പർ. അച്ചായന് പിന്നെ തേനൊന്നും ഇഷ്ടമല്ല. അച്ചായനക്ക് ഇഷ്ടമോ ഈ ജാമില്ലേ, ജാമില്ലേ മറ്റേ എന്താ ചേച്ചിയോട് ഞാൻ അന്ന് പറഞ്ഞ ജാമ്, എനിക്ക് ബട്ടർ പറഞ്ഞത് എന്നിട്ട് അച്ചായ കൊണ്ടുവന്ന ജാമിന് മറ്റേ യെല്ലോ കളറിലെ അതാണ് അച്ചാനക്ക് ഇഷ്ടം. ജാമാ ഇഷ്ടം. അച്ചായനാണ് മോളെ കഴിഞ്ഞ ദിവസം അങ്ങനെ ചെയ്തെന്തോ ഞാൻ പറഞ്ഞില്ലേ. അതെ, പൈനാപ്പിൾ മഞ്ഞ, ഈ പൈനാപ്പിൾ ജാമാണ് അച്ചായനക്ക് ഇഷ്ടം. നിന്റെ പൈനാപ്പിൾ ആണോ? പൈനാപ്പിൾ ജാമാണ് ചേച്ചി വലിയ അച്ചായൻ്റെ സത്യം.